ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റംസി, ഫൗണ്ടർ ഓഫ് കൊക്കോ ആൻഡ് ട്രാവൽ ആൻഡ് ഹായ്. ഒരുപാട് വുമൻസിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ലേഡിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ റംസിക്ക് എന്ന് തൊട്ടാണ് ഈ ട്രാവൽ സ്നേഹം തുടങ്ങിയത്? ട്രാവൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കതൊന്നും പോസിബിൾ ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മളത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഏരിയ ആവും ട്രാവൽ എന്ന് പറയുന്നത്. ഞാൻ ചെറുപ്പം മുതലേ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ട് എനിക്കത് പോസിബിൾ ആയിരുന്നില്ല. ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയതും എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്ത് തുടങ്ങിയതും അച്ചീവ്മെന്റ്സിലേക്ക് എത്തിയതും. ഇപ്പൊ ചില പെണ്ണുങ്ങളുടെ ജീവിതം ആഫ്റ്റർ മാരേജ് എൻഡ് ആവും, ചിലവർക്ക് സ്റ്റാർട്ട് ആവും അല്ലെ? ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ എന്റെ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ഫ്രീഡവും ആ ഒരു മീൻസ് എന്റെ ആഗ്രഹങ്ങളൊക്കെ പോസിബിൾ ആയിരുന്നത് ആഫ്റ്റർ മാരേജ് ആയിരുന്നു. ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്തത് മതിയാവാഞ്ഞിട്ട് ഒരുപാട് യാത്രാ സ്നേഹികളെ കൂട്ടിയിട്ട് റംസി ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കുക്കോൺ. സോ ടെൽ മീ സംതിങ് അബൌട്ട് കുക്കോൺ. കുക്കോൺ എന്ന് പറയുന്നത് എന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. ബട്ട് അതൊരു പ്രൊജക്റ്റ് ആയിട്ടോ ഭയങ്കര വിഷൻസോട് കൂടിയിട്ട് ഭയങ്കര പ്ലാനിങ്സോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു കമ്പനി അല്ല. നമ്മളത് മീൻസ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർ മാരേജ് ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങി, എന്റെ അച്ചീവ്മെന്റ്സിലേക്ക് ഗോൾസിലേക്ക് എത്തി തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ചുറ്റുമുള്ള കുറെ ആൾക്കാർ ഇതൊന്നും പോസിബിൾ ആവാത്ത മീൻസ് അവർക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും, പല സ്ഥലങ്ങളും അവർക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മീൻസ് അവരുടെ പല സിറ്റുവേഷൻസ് കാരണവും അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അവർ മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആ മാറ്റിവെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തിട്ട് പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രാവൽ സപ്പോർട്ടോടും കൂടിയിട്ട്, എല്ലാവിധ ട്രാവൽ അസിസ്റ്റൻസോടും കൂടിയിട്ട് ഒരു കംഫർട്ട് സോൺസ് ക്രിയേറ്റ് ചെയ്യാം. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിനെയും അതുപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള മീൻസ് നമ്മളെ പോലെ ഈ ചെറിയ പ്രായത്തിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു, പക്ഷെ അപ്പൊ നമ്മുടെ സിറ്റുവേഷൻസ് കാരണം പോസിബിൾ അല്ലാതിരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റും. നമ്മുടെ പാരന്റ്സിനോട് തന്നെ ചോദിച്ചു നോക്കാം, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ, അവരുടെ നല്ല കാലത്ത് അവർക്ക് അതൊക്കെ പോയി കാണാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ഒബ്വിയസ്ലി അധിക പാരന്റ്സും എന്തായിരിക്കും, നോ ആയിരിക്കും നമുക്ക് ഇല്ല, answer അവര് മോസ്റ്റ് ഓഫ് എല്ലാവരും പറയണ്ടാവും, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവർക്കെന്ന് പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്തിട്ടുണ്ടാവില്ല. Yes. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് അതെ, നമ്മൾ അതെ. പൊക്കോൺ ഉള്ളത്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നോക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യാൻ ഒരു കംഫർട്ട് സോൺ വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവർ കൺസേൺ ആയിരിക്കും. Yes, yes. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടൊരു പാർട്ണറാണ്, ആള് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങള് ട്രാവൽ ചെയ്ത് തുടങ്ങി, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നത്, നമുക്ക് കൊക്കോൺ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം ആള് അവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ പാക്കേജ് ഉണ്ടാവും, എല്ലാ ഏരിയാസിലും കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. യാത്രകൾക്ക് ആരോഗ്യം എത്ര ഇമ്പോർട്ടന്റ് ആണ്? ആക്ച്വലി നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ നമ്മളൊരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അത് നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് എത്തിക്കാന്ന് നമ്മൾ പറയുന്നത്. എന്താണോ പോസിറ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ Yes. ബോഡിയും പോസിറ്റീവ് Yes. ആയിട്ടുണ്ടാവും. നമ്മള് ഇതേ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ട് ഭയങ്കര പ്രയോറിറ്റൈസേഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. അപ്പൊ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, വേറെ കുറെ ഫിനാൻഷ്യൽ കൺസേൺസ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുന്നതാണ് പറയാം. ആൽക്കമിസ്റ്റ് പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ലോകം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിത്തരുന്നതാണല്ലോ. അതുപോലെ തന്നെയാണ് നമുക്ക് ഏതൊരു കാര്യം. അപ്പൊ ഈ നമ്മുടെ ഈ കൂടെ വരുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു ട്രാവൽ അസിസ്റ്റൻസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ പ്രശ്നം തന്നെ സോൾവ് ആവും. ഇപ്പൊ ഞാനൊരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഡൗട്ടാണ്, എനിക്ക് ഏത് കമ്മ്യൂണിറ്റി ചൂസ് ചെയ്യണം. അതിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോ വൈ കൊക്കോൺ? ഞാനിപ്പോ കൊക്കോൺ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായി? നമ്മള് കൊക്കോൺ എപ്പോഴും മറ്റുള്ള ട്രാവൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പല കാറ്റഗറീസിലാണ്. കാരണം വെച്ചാൽ കൊക്കോൺ കണ്ടക്ട് ചെയ്യുന്ന ക്യാമ്പുകളും ഇവന്റ്സുകളും എല്ലാം ഡിഫറെന്റ് കോൺസെപ്റ്റുകളാണ്. അപ്പൊ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ലേഡീസ് ഓൺലി ഇവന്റ്സ്, നമ്മുടെ ഹെയർ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ ഷീ ക്യാമ്പിങ്സ് ഒക്കെ പോകുന്നത്. അപ്പൊ ആ ഒരു ക്യാമ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ലേഡീസിന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇവന്റ്സിലൊക്കെ കൊണ്ടുപോകുന്ന പ്രൊഫഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. ഓൾമോസ്റ്റ് അതിന്റെ ഒരു ക്യാമ്പ് സൈഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമെങ്കിലും അവർക്ക് നമുക്ക് അത്രയും വാലിഡ് ആയിട്ടില്ല, അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പോട് കൂടി അവർക്ക് അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനും ഒന്ന് ഒന്ന് റീചാർജ് ആയിട്ട് അവർക്ക് വരാൻ പറ്റും. അങ്ങനെയുള്ള പ്ലേസസ് ആണ് ഷീ ക്യാമ്പിങ്ങിന് ചൂസ് ചെയ്യുക.
ഇനിയിപ്പോ ഒരു ഫാമിലി ഗാദറിങ്ങോ അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക എങ്ങനെയാണ്, നമ്മുടെ അവിടെ കുട്ടികളുണ്ടാവും, കുട്ടികൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് Activities. ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നാച്ചുറൽ ആക്ടിവിറ്റീസ് തന്നെ ഫുള്ളി അവർക്ക് ഫിസിക്കലി ഫ്രണ്ട്ലി ആയിരിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇനിയിപ്പോ ബാച്ചിലേഴ്സിനാണ് ഫ്രണ്ട്സ് ഗാദറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും നാച്ചുറൽ ആക്ടിവിറ്റീസ് ആഡ് ചെയ്തോളൂ. കാരണം എല്ലാവരും ഇപ്പം ഭയങ്കര ഒരു സ്ക്വയർ അറ്റ്മോസ്ഫിയറിലാണ് ഫുള്ള് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാരണം രാവിലെ പോകുന്നു, ഓഫീസിൽ ഇരിക്കുന്നു, എ സിന്റെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു മെഷീൻ പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ അതിന്ന് മാറിയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കാടും മലകളൊക്കെ കയറി ഇറങ്ങി ആ ഒരു ട്രെക്കിംഗ് ഹൈക്കിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് Relaxed ആവും. എനർജറ്റിക് ആവും. അതെ, ആ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊക്കോൺ എപ്പോഴും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഏതൊരു ഇവന്റ് ചെയ്യുകയാണെങ്കിലും വിത്ത് ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. കാരണം എല്ലാവരും ഡിഫറെന്റ് പ്ലേസസ് നിന്ന് പല രീതിയിൽ എത്തിപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ നമ്മുടെ ആ ഒരു മൊത്തം ഇവന്റിനെ അത് ബാധിക്കും. അങ്ങനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ ട്രാവൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ കോക്കോന്റെ കറന്റ് അപ്കമിങ് പ്ലാൻസ് എന്തൊക്കെയാ? കറന്റ് ഈ വരുന്ന ഡിസംബറിൽ ദുബായ് ഒരു ഇവന്റ് ഉണ്ട്. ആക്ച്വലി കൊക്കോന്റെ ടൈലൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ അത് അനൗൺസ് ചെയ്യേണ്ട ടൈം അല്ല, എന്നാലും ഞാൻ പറയാം. കൊക്കോന്റെ ടൈലൻഡ് എന്ന് പറയുന്നത് ഒരു ലേഡി, ഇപ്പൊ ഒരു ആൾക്കൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ട്, പക്ഷെ ആൾക്ക് ഒറ്റക്ക് പോകാനോ താല്പര്യമുള്ളൂ. കൂടെ ഒരാളെ കൊണ്ടുപോകാനോ ഗൈഡിനെ കൊണ്ടുപോകാനോ അങ്ങനത്തെ ഒന്നും ഒരു താല്പര്യം, ഒറ്റക്ക് ആൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു ഫ്രീഡം വേണം. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ബൈ ട്രാക്കിംഗ് മെത്തേഡ്സിലൂടെ. ഇപ്പൊ ഫുൾ ഡിജിറ്റൽ വേൾഡ് ആണല്ലോ. അപ്പൊ ആള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏത് വഴിയിലൂടെ പോകണം, ഏത് ട്രാവൽ മെത്തേഡ് ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ എവിടെ നിന്ന് ഫുഡ് കഴിക്കണം, എവിടെ സ്റ്റേ ചെയ്യണം, എവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം, അങ്ങനെ തുടങ്ങി മൊത്തം ഒരു പ്ലാന് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അവരുടെ കൺസേൺസും അവരുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതനുസരിച്ചിട്ട് അതിന് നമ്മുടെ അസിസ്റ്റൻസോട് കൂടിയിട്ടായിരിക്കും അവർ ട്രാവൽ ചെയ്യാം. ഏത് നൈറ്റിലും അവർക്ക് എന്ത് ചെയ്യാം, ഇറങ്ങി നടക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അവർ ഫുള്ളി സെക്യൂർഡ് ആയിരിക്കും. ഒരു ചെറിയൊരു ഹെൽപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് എത്തുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച മുന്നേ തന്നെ ഏത് ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം, എവിടേക്ക് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു തല പുകച്ചിരിക്കുക. അപ്പൊ സിംപ്ലി എല്ലാം കൂടെ ഒന്ന് സിമ്പിൾ ആക്കി കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പറയാ, അതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് പറയാം, നിങ്ങളുടെ ഒരു ടേസ്റ്റ് പറയാം. ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആൻഡ് സെക്യൂർ ആയിട്ട് പോയി വരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യും. അത് കൂടുതലും യൂസ്ഫുൾ ആവാ എനിക്ക് തോന്നുന്നത് ലേഡീസിനാണ്. കാരണം ഫുള്ളി ഇൻഡിപെൻഡൻസ് അവർക്ക് കിട്ടാണ്. അതെ അതെ, ഈ അറിയാത്ത ഒരുപാട് സ്ട്രേഞ്ചേഴ്സ്, പല പല ക്യാരക്ടർ ആയിരിക്കും ഓരോരുത്തരുണ്ടാവും, പല പല ഏജ് ഗ്യാപ്പുള്ള ആളുകൾ. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രേഞ്ചേഴ്സിനൊപ്പം പോയിട്ട് തിരിച്ചു വരുമ്പോ വാട്ട് ഡു യു ഫീൽ? ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് അത്ര എക്സ്പ്രസീവ് അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ഭയങ്കര ടയേർഡ് ആയിരിക്കും നമ്മുടെ ആ റിട്ടേൺ ജേർണിയിൽ. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് ഡേയിൽ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ലെക്ചറാണ്, പ്രൊഫഷണലി ഞാനൊരു ലെക്ചറാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീക്ക്ലി ഷെഡ്യൂൾഡ് മൺഡേ ടു ഫ്രൈഡേ ഷെഡ്യൂൾ കഴിഞ്ഞ് സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് നമ്മൾ ഇവന്റ്സ് ചെയ്യുന്നത്. ആ ഇവന്റ് കഴിഞ്ഞ് തിരിച്ച് മൺഡേ നമ്മൾ റീജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് നമുക്ക് ഈ ഒരു 2 days കൊണ്ട് കിട്ടിയതാണ്. അതെങ്ങനെ കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത് അൺനോൺ പീപ്പിൾസ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഒരുപാട് മീൻസ് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഡിഫറെന്റ് ആയിരിക്കും, കൺസേൺസ് ഉണ്ടാവും. യെസ്. അങ്ങനത്തെ അവരുടെ ആ ഒരു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡിൽ വന്ന് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരൊറ്റ ഫീച്ചർ ഉണ്ടാവുള്ളൂ. അതെന്ന് പറയുന്നത് ട്രാവൽ എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടറാണ്. അവർക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ നമ്മളെ ചൂസ് ചെയ്തും ട്രാവൽ ചെയ്യുന്നത്. എന്റെ സൈഡായിട്ട് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ട്രാവൽ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മെയിൻ പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എപ്പോഴും ബോണ്ടിഫൈ എന്നുള്ള പറയുന്ന പേരിലാണ് പോവാറുള്ളത്. ബോണ്ടിഫൈ 5 വരെ ഇപ്പൊ കണ്ടക്ട് ചെയ്തു, സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് മാത്രം. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ അൺനോൺ പീപ്പിൾസിനായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പുതിയ കണക്ഷൻസ് കിട്ടും. ഞാനൊക്കെ വെച്ചാൽ ഒരു ലിമിറ്റഡ് സർക്കിളിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എവിടെ നോക്കിയാലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. ഏത് രീതിയിൽ വഴിയിൽ പോയാലും ഇവിടെ അറിയുന്ന ഒരാളുണ്ടാന്ന് പറഞ്ഞ പോലെ നമുക്കൊരു മീൻസ് അത് നമുക്ക് ചില സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഒരു ഹെൽപ്പ് ആയിരിക്കും. ആക്ച്വലി അതൊക്കെ ഒരു സമ്പാദ്യമാണ് നമ്മുടെ ലൈഫിൽ. അതാണ് നമ്മുടെയൊക്കെ ഒരു നമ്മൾ ഏർണിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പൈസ സമ്പാദിക്കുക അല്ലെങ്കിൽ ഒരുപാട് വലിയ പൈസക്കാരനായിട്ട് ജീവിക്കുക എന്നതിനേക്കാളുപരി നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കൊക്കോണിലൂടെ. മീൻസ് കൊക്കോൺ പറയുന്ന ഒരു ഫാമിലി തന്നെ. ഞങ്ങൾ ഇത് ഇപ്പൊ കറന്റ് ഇത്ര ഒരു 1 year പോലും ആയിട്ടില്ല, ഈ ഒരു ജേർണിയിൽ ഞങ്ങളൊരു കൊക്കോൺ ഫാമിലി തന്നെ ഇപ്പൊ കറന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അത് മാത്രല്ല കൊക്കോൺസ് കോൺസെപ്റ്റ് ബേസ്ഡ് ക്യാമ്പ്സ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. എന്താ അതിന്റെ പ്രത്യേകത? നമ്മള് ക്യാമ്പ്സുകൾ അല്ലെങ്കിൽ ഏതൊരു ഇവന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ നോക്കാം. സ്കൂളിൽ നമ്മൾ ഓരോരോ ഏജ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോരോ സ്റ്റാൻഡേർഡിലാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റും അവരുടെ ഒരു കപ്പാസിറ്റിയും അനുസരിച്ചിട്ടാണ് അവരുടെ സിലബസും എല്ലാം നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാവുക. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത സിലബസ് അനുസരിച്ച് അവരെ മാത്രം ഗൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അവരെ നോക്കുന്നത്. അതുപോലെ തന്നെ ട്രാവലേഴ്സിലും കുറച്ച് കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു നമ്മുടെ ലേഡീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെക്യൂർ ആയിരിക്കണം, ഭയങ്കര സേഫ് ആയിരിക്കണം, ഫുള്ളി അവർക്ക് മീൻസ് അവർ ഭയങ്കര കൺസേൺ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലേഡീസിന് ഭയങ്കര സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഹെയർ സ്പേസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെന്റ് ഏജിലുള്ള ഡിഫറെന്റ് ആൾക്കാർ, ഏത് ജെൻഡറിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അവരെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ അധികവും കാടുകളിലും മലകളിലും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരും. അപ്പൊ നമ്മൾ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ട്രെക്കിങ്, അതുപോലെ വാട്ടർഫോൾ വിസിറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള വാട്ടർഫോൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടാണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്, ബോണ്ടിഫൈസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അതുപോലെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ ബൈക്ക് റൈഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് പ്രാന്തായിരിക്കും. അതിൽ പെട്ട ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബൈക്ക് റൈഡേഴ്സിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവർക്ക് ആ ബൈക്കിനോടുള്ള ഒരു മീൻസ് ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ അവർ ആ ബൈക്ക് എവിടെയെങ്കിലും ഇൻസെക്യൂർ ഉള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പോലും ഒരിക്കലും അവർക്ക് അത് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ബൈക്ക് റൈഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ജസ്റ്റ് വൺ ഡേ റൈഡുകൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് റൈഡ് വിത്ത് ക്യാമ്പ്സും കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ടൈമിൽ ഒരു ബൈക്ക് റൈഡ് വിത്ത് ക്യാമ്പാണ് ഞങ്ങൾ ഫസ്റ്റ് ഇവന്റ് ബൈക്ക് എഡീഷൻ കൊളുക്കുമലയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അവിടെയൊക്കെ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് സേഫ് ആയിട്ട് ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യം അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇതുവരെ എല്ലാ ഇവന്റ്സും ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ അറിയാത്ത കുറച്ച് ആൾക്കാരെ അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പാടില്ലല്ലോ, നമുക്ക് ആദ്യം അവിടെ അറിയണമല്ലോ. ആ രീതിയിൽ ഞങ്ങൾ അത്രയും പ്രോപ്പർട്ടി കണ്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. ബൈക്ക് റൈഡേഴ്സിനെ കൊണ്ടുപോകും അവർക്ക് പ്രോപ്പർ ആയിട്ട് വേണ്ടത് എന്താണ്, നല്ല രീതിയിൽ നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, ഓൺ ടൈമിൽ നമ്മൾ ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുക, ബ്രേക്കുകൾ കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് വെക്കും, കുറച്ച് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് വെക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റേ, നമ്മൾ ഈവനിങ് റൈഡ് ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ അവർക്ക് റിലാക്സേഷൻ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ അവരെ ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനും കൊണ്ടുപോയി കഴിഞ്ഞാൽ മൊത്തം അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ തന്നെ ലോ ആവും. ഒരു കുറേ ടൈം അവർക്ക് ഒരു റിലാക്സേഷൻ കൊടുത്ത് പിന്നെ ഒരു നല്ലൊരു നാച്ചുറൽ ബാത്ത് കൊടുത്ത് നൈറ്റിൽ കുറച്ച് ആക്ടിവിറ്റീസ്, ഫൺ ഗെയിംസ്, ഒരുപാട് സ്റ്റോറി ടെല്ലിംഗ് സെഷൻസ്, ഇതൊക്കെ കഴിഞ്ഞ് അവർ ഉറങ്ങി മോർണിംഗ് എണീറ്റ് നല്ലൊരു വ്യൂ, ഒരു മോർണിംഗ് വ്യൂ, ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു യോഗ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നെക്സ്റ്റ് സെയിം നമ്മൾ റിട്ടേൺ റൈഡ്, ആ റിട്ടേൺ റൈഡിൽ അവർക്ക് ഇന്നലെ റൈഡ് ചെയ്ത ഒരു ടയർഡ്നെസ്സും ഉണ്ടാവില്ല, ഹോം സിക്നെസ് ഉണ്ടാവില്ല. യെസ്, അവർ അത്രയും വീട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് നല്ലൊരു രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ബൈക്ക് എഡീഷൻസ്. കറന്റ് നമ്മൾ 3 ബൈക്ക് എഡീഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ബൈക്ക് എഡീഷനിലൊക്കെ നമുക്ക് 53 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 കോർഡിനേറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അത്രയും നമ്മൾ നല്ല രീതിയിൽ മീൻസ് നമുക്ക് എല്ലാവരും ഭയങ്കര നമ്മളായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് മാറും. റൈഡേഴ്സിൽ വുമൻസും ഉണ്ടല്ലോ അല്ലെ? വുമൻ റൈഡേഴ്സ് ഒരുപാടുണ്ട്, റൈഡിംഗ് ഗേൾസ്. അവർക്കൊക്കെ മീൻസ് കൊക്കോൺ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ബൈക്ക് റൈഡ് ചെയ്യാൻ അറിയാം, പക്ഷെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ധൈര്യക്കുറവ് കൊണ്ടാണ് അവരെപ്പോഴും കൊക്കോൺ ചൂസ് ചെയ്തിട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ബ്രേക്ക് അവേസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ബ്രേക്ക് അവേ എന്ന് പറയുന്നത് കമ്പനി റിട്രീറ്റ് പ്രോഗ്രാംസ് ആണ്. നമ്മളെ കമ്പനി ഷെഡ്യൂളിൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫിന്റെ ഒരു പോസിറ്റീവ്നെസ് ആണ് ആ കമ്പനിയുടെ ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ നമുക്ക് ഏറ്റവും വേണ്ടത് നല്ല എംപ്ലോയീസിനെയാണ്. അപ്പൊ നല്ല എംപ്ലോയീസിനെ നമ്മൾ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വേണ്ട റിലാക്സേഷൻ ടൈം കൊടുക്കണം, നല്ല രീതിയിൽ അവർക്ക് അവരെ സ്നേഹിച്ചെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുള്ളൂ എന്നുള്ളതാണ് ശരിക്കും സ്ട്രാറ്റജി. പക്ഷെ അത് ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഫോളോ ചെയ്യുന്നില്ല. അമേരിക്കൻ കമ്പനികളാണ് അധികം ആ രീതിയിൽ ഒരു മെയിൻ്റെനൻസ് ചെയ്തിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയില്ല പട്ടിപ്പണി എടുപ്പിക്കുക എന്നുള്ളത്, അതൊരിക്കലും ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ല. എല്ലാവരും ഇത് റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കി തുടങ്ങി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രേക്ക് അവേയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പനിയിലെ സ്റ്റാഫ് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ആ കമ്പനി ചൂസ് ചെയ്യുന്ന പ്ലേസ് ആയിരിക്കും, അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് ആയിരിക്കും, അവർക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു ഇവന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അവരുടെ കമ്പനിക്ക് ഏത് തരത്തിലാണോ നമുക്ക് റിട്രീറ്റ് വേണ്ടത്, റീചാർജ് വേണ്ടത്, ആ രീതിയിലായിരിക്കും ചെയ്യാം. അങ്ങനത്തെ ഇവന്റുകൾ കംപ്ലീറ്റ്ലി നമ്മുടെ പ്രൊഫഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും നമ്മുടെ കൂടെ. അവരാണ് ആ ഇവന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക.
ഇപ്പൊ ആ ഒരു ഇവന്റിൽ നമ്മുടെ ചില കമ്പനീസിന്റെ ഉള്ളിൽ ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു കോർഡിനേഷന്റെ കുറവുകൾ ഉണ്ടാവും. എന്താണോ അവിടെ കുറവ് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലം ക്ലിയർ ചെയ്യും. അങ്ങനെ ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിലാണ് നമ്മൾ കുക്കൂൺ എല്ലാ ക്യാമ്പുകളും കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെ യാത്രകൾ സ്നേഹിക്കുന്ന ആളുകളോട് റംസിക്ക് എന്താ പറയാനുള്ളത്? യാത്രയെ സ്നേഹിക്കുക എന്നതിലുപരി ഒരു ആഗ്രഹമുള്ള ഒരാൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എത്തണം, ഒരു മീൻസ് ഒരു വിഷൻ ഉള്ള ഒരാള് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് പ്രയോറിറ്റി കൊടുക്കുക. അത് നമ്മളുടെ ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റിലെ പോയിന്റ് അല്ല വേണ്ടത്, അത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കിടക്കണം. അത് ഫസ്റ്റ് ആയി എന്ന് കരുതി നമ്മുടെ ഫാമിലി റിലേറ്റ് ചെയ്തിട്ടോ നമ്മുടെ കരിയർ റിലേറ്റ് ചെയ്തിട്ടോ നമ്മുടെ ജോബ് റിലേറ്റ് ചെയ്തിട്ടോ ഇഷ്യൂസ് ഉണ്ടാവാനും പാടില്ല. എല്ലാം ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ഉണ്ട് എന്ന് പറയുമ്പം ആദ്യം ഞാനൊന്ന് വലുതാവട്ടെ, പഠിച്ചു കഴിയട്ടെ, പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജോലി ആവട്ടെ, ജോലി കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് കഴിയട്ടെ, ഇനി മക്കളാവട്ടെ, ഇനി മക്കളൊന്ന് വലുതാവട്ടെ, അപ്പോഴേക്കും നമുക്ക് വയസ്സായിടോ. അങ്ങനെ വയസ്സായി കഴിഞ്ഞാൽ ഹെൽത്ത് ഒന്നും ഓക്കെ അല്ലാണ്ട് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹമുള്ള ടൈമിൽ നല്ല ഹെൽത്ത് കണ്ടീഷൻ ഉള്ള സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യണം. അങ്ങനെ ട്രാവൽ ചെയ്ത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് അതും കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഭയങ്കര കൺസേൺ ആയിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ കാര്യം ഇതിനൊരു മാറ്ററേ ആവില്ല. നമ്മളിത് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് അനുസരിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങൾ തന്നെ എത്ര ഇപ്പൊ കാണുന്നുണ്ട്, ഇത്ര സോളോ ട്രാവലേഴ്സ് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഫുൾ ടെന്റ് സ്റ്റേ മീൻസ് അവരുടെ സെൽഫ് കുക്കിംഗ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് മീൻസ് ഭയങ്കര ലോ എക്സ്പെൻസിൽ അവർക്ക് ചെയ്യാം. ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാവലിന് ഒരു മാറ്ററേ അല്ല. നമുക്ക് ആഗ്രഹം ഉണ്ടോ, നമ്മൾ അതിന് നല്ലൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ, നമ്മൾ അതിലേക്ക് എത്തിപ്പെടും, ഉറപ്പാണ്. ബഡ്ജറ്റ് ആയിട്ടും ചെയ്യാം, നമുക്ക് വേണ്ട ലക്ഷറി ആയിട്ടും ചെയ്യാം, നമ്മുടെ തീരുമാനം പോലെയാണ്. പല ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലും സേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾക്കൊക്കെ എത്ര പേർക്ക് പറയാൻ പറ്റും ഇത് ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന പൈസയാണെന്നുള്ളത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും മാറ്റി വെക്കാറുണ്ടോ? ഇതുവരെ ഞാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു വർഷത്തിൽ ഈ ഒരു യാത്ര, ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഈ ഒരു യാത്രയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സേവിങ്സ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക. അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ യാത്രകൾ കൂടെ ചെയ്യാം. നമ്മൾ തീരെ യാത്ര ചെയ്യാണ്ട് പെട്ടെന്നൊരു ദിവസം നമുക്ക് ക്ലൈമറ്റ് മാറുന്നതും ഒരുപാട് യാത്ര ചെയ്യുന്നതും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും. നമ്മൾ അതിന്റെ കൂടെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ചെറിയ ചെറിയ ട്രാവലുകൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും, ഒരുപാട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആവും. അങ്ങനെ നമുക്കൊരു നല്ലൊരു ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ഡ്രീം ഡെസ്റ്റിനേഷൻസ്. ചില ആൾക്ക് ഭയങ്കര ലക്ഷറീസ് പാരീസ് ഒക്കെ പോലുള്ള പ്ലേസസ്, ചില ആൾക്കാർക്ക് ലക്ഷദ്വീപ് ഒക്കെ പോലുള്ള ബീച്ച് ആയിരിക്കും, ചില ആൾക്കാർക്ക് ട്രക്കിംഗ് ഹൈക്കിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവരുടെ ഡെസ്റ്റിനേഷൻ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി പ്രിപ്പയർ ആണ്. അതിന്റെ കൂടെ തന്നെ ഫിനാൻഷ്യലി. Are you a beach person or mountain person? I'm a mountain person. Same to you. Yes. അപ്പോ ചുരുക്കി പറഞ്ഞാല് യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻഡ് ഇല്ല. നമുക്കത് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. എത്ര വീക്ക് ആണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആവും അല്ലെ? മൈൻഡിൽ നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മാരീഡ് പേഴ്സൺ ആണ്. എനിക്കൊരു മോളുണ്ട്, 4.5 വയസ്സായി. ഹസ്ബൻഡ് ആൻഡ് ഫാമിലി, ഒരു ജോയിന്റ് ഫാമിലിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ലെക്ചറാണ്, എനിക്ക് കോളേജിൽ HOD ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് എൻ്റെതായിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആസ് എ മദർ എന്നുള്ള രീതിയിൽ എൻ്റെ മോളെ കാര്യം ഏറ്റവും കൂടുതൽ നോക്കേണ്ട ആൾ ഞാനാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ കറന്റ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെച്ചാൽ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും മോളെ കാര്യത്തിൽ. മോൾക്ക് അത്രയും നല്ലൊരു ഫാമിലി ടൈം നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ അത്രയും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യും, ക്വാളിറ്റി ടൈംസ് കൊടുക്കും. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും കരിയറിലാണ്, ജോബിലാണ്, ഫാമിലിയിലാണെങ്കിലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് 100% അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു റംസി. ഇതൊരു ഭയങ്കര ഫീൽ ഗുഡ് സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. സോ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ.